ശ്രീ സന്ദീപ് വാര്യർ, ഇത് ഇപ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടായി ഒരു രാജ്യമായി നിൽക്കുന്ന സമയമാണ്. സ്വാഭാവികമായും ഇതൊരു രാജ്യത്തിൻ്റെ പ്രതികരണം എന്നുള്ള നിലയിൽ തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നേരിടാനും ആ തരത്തിൽ ഇന്ത്യ സജ്ജമാണ്. അപ്പോൾ ഇങ്ങോട്ടൊരു ഭീകരവാദ ആക്രമണം ഉണ്ടായി, അതിൻ്റെ വേറിറക്കുന്ന വിധത്തിൽ ഡിറ്ററൻറ്റ് പണിഷ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തു. ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് കൂടിയാണ് എന്ന് ഇന്ത്യ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അതിന് മുമ്പ് മേജർ സാർ പറഞ്ഞല്ലേ, അദ്ദേഹത്തിന് ഒരു ഫാക്ച്വലി അദ്ദേഹത്തിന് ചെറിയൊരു ഇത് പറ്റിയിട്ട് തോന്നുന്നു. മസൂദ് അസറിനെ റിലീസ് ചെയ്ത് 89-ലായിരുന്നില്ല, 99-ല് കാന്തഹാറിൽ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം തട്ടിക്കൊണ്ടുപോയ സമയത്ത് വാജ്പേയി സർക്കാർ ഭരിക്കുമ്പോഴാണ് ജസ്വന്ത് സിംഗ് മസൂദ് അസറിനെ കാബൂളിൽ കൊണ്ടുപോയി റിലീസ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിനൊരു ചെറിയ ഇത് പറ്റിയതായിരിക്കാം. എനിവേ, അതിനുശേഷം മസൂദ് അസറിനെ 99-ൽ കാന്തഹാറിലെ സമയത്ത് ജസ്വന്ത് സിംഗ് വിമാനത്തിൽ കൊണ്ടുപോയി റിലീസ് ചെയ്തതിന് ശേഷമാണ് ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് അയാൾ നേതൃത്വം കൊടുക്കുന്നത്. അയാൾ പിന്നീട് രൂപീകരിക്കുന്ന തീവ്രവാദ സംഘടനയാണ് നമ്മുടെ പാർലമെന്റ് ആക്രമണം നടത്തുന്നത്. അതിനുശേഷം മുംബൈ ഭീകരാക്രമണം നടക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ഭീകരാക്രമണങ്ങൾക്ക് പുറകിൽ പിന്നീട് മസൂദ് അസറാണ് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മസൂദ് അസറിൻ്റെ കുടുംബം, മസൂദ് അസറിൻ്റെ വീടിനെയും ഇന്ത്യൻ ആർമി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. മസൂദ് അസറിൻ്റെ തീർച്ചയായിട്ടും തീവ്രവാദം കൊണ്ട് മസൂദ് അസർ തുടങ്ങി വെച്ച ഈ തീവ്രവാദ പ്രവർത്തനം, അല്ലെങ്കിൽ അയാൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അയാൾ കൂടി അതിൻ്റെ വേദന അനുഭവിക്കണം. സ്വന്തം ബന്ധുക്കളും കുടുംബവും ഒക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അയാൾ കൂടി അനുഭവിക്കണം എന്നുള്ളത് തീർച്ചയായും അത് കാലത്തിൻ്റെ കാവ്യനീതി കൂടിയാണ്. പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിന് പലതരത്തിലുള്ള യുദ്ധമുഖങ്ങൾ, ഇപ്പം ഈ ഡയറക്റ്റ് ഒരു കോൺഫ്ലിക്റ്റ് മാത്രമല്ല, നമുക്ക് മറ്റു പലതരത്തിൽ ഇക്കണോമിക് ബ്ലോക്കേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമുക്കറിയാം, ഇപ്പം മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ മുഴുവൻ ഒരു ഡോസിയർ കൊടുക്കുകയും പാകിസ്ഥാനെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അപ്പം പാകിസ്ഥാനെ ഒരു തീവ്രവാദ രാജ്യമായി ലോകം മുഴുവൻ കാണുന്നൊരു സാഹചര്യം ഉണ്ടായി, പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാൻ ഐസൊലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിലേക്കുള്ള ഐസൊലേഷനിലേക്ക് വീണ്ടും പാകിസ്ഥാനെ കൊണ്ടുപോകണം. പാകിസ്ഥാന് ഇരവാദം ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യം ഒഴിവാക്കുക കൂടി വേണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ നിലവിൽ ഇന്ത്യൻ സൈന്യം എടുത്തിട്ടുള്ള വളരെ ആപ്റ്റായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള ഈ തിരിച്ചടി, ആ തിരിച്ചടിക്കൊപ്പമാണ് ഈ രാജ്യത്ത് 140 കോടി ജനങ്ങളും. തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചടി ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു അഡ്വഞ്ചറസ് ഒരു മിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരായിട്ട് വീണ്ടും പാകിസ്ഥാൻ്റെ ശിരസ്സിനുമേൽ പ്രഹരമേൽപ്പിക്കുന്ന നിലപാടുകളുമായിട്ട് സൈന്യം മുന്നോട്ട് പോകുമെന്ന ഉറച്ച വിശ്വാസം ഓരോ പൗരനുമുണ്ട്. ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഏതൊരു സമയത്തും, നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം സദാ ഉറങ്ങാതെ കണ്ണിമ വെട്ടാതെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ധൈര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ധൈര്യം നൽകുന്നത്, പ്രേരണ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിന് ഒരിക്കൽ കൂടി സല്യൂട്ട് നൽകുന്നു.